السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولمن أحبنا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ടവരെ, ഗർഭസ്ഥ ശിശുവിന് വേണ്ടി ഒരാൾക്ക് വസിയ്യത്ത് ചെയ്യാവുന്നതാണ്. ഒരാൾ മരിക്കാൻ പോകുമ്പോഴേ ഗർഭത്തിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാമെന്ന് കരുതി അത് പറ്റും. പക്ഷെ എന്താണ്, വസിയ്യത്ത് ചെയ്ത സമയത്ത് ജീവനോടെയുള്ള കുട്ടിയായിരിക്കണം. വസിയ്യത്ത് ചെയ്ത് ഒരു 10 മാസം കഴിഞ്ഞിട്ട് ജനിക്കണ കുട്ടിക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്യാവില്ലല്ലോ. കാരണം വസിയ്യത്ത് ചെയ്ത് 10 മാസം കഴിഞ്ഞാൽ ആ കുട്ടി അപ്പം ഉണ്ടാവുമോ? നമ്മളെന്താണ്, ശരീഅത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. എപ്പോഴാണ് ജീവണ്ടതെന്ന് ഉറപ്പാവുക. തസിഹുലി ഹംലിൻ മൗജൂദിൻ ഹാലൽ വസിയ്യ, വസിയ്യത്തിൻ്റെ നേരത്ത് ഉള്ള ഒരു ഗർഭത്തിന് വേണ്ടി വസിയ്യത്ത് ചെയ്യൽ സ്വഹിയാണ്, യഖീനൻ ഉറപ്പായിട്ടും ഉള്ള. അപ്പോൾ വസിയ്യത്ത് ചെയ്തത് മുതൽ 6 മാസത്തിനുള്ളിൽ ജനിച്ച കുഞ്ഞ് ഒന്ന്, വസിയ്യത്ത് ചെയ്ത് 6 മാസത്തിനുള്ളിൽ ജനിച്ച കുഞ്ഞ്, അതല്ലെങ്കിൽ ഒരു സ്ത്രീ 4 കൊല്ലത്തിനുള്ളിൽ ജനിച്ച കുട്ടി, മറ്റൊരു ഭർത്താവിന് മറ്റൊരാൾക്ക് വിവാഹിതയാകാത്ത സ്ത്രീയാണ്. അപ്പോൾ 4 കൊല്ലത്തിനുള്ളിൽ ജനിച്ച കുട്ടി. 4 കൊല്ലം അതെങ്ങനെയപ്പോൾ അതൊന്ന് പ്രയാസത്തോടു കൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ ഭാര്യയെ ഞാൻ തലാക്ക് ചൊല്ലിയെന്ന് സങ്കല്പിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ തലാക്ക് ചൊല്ലിയെന്ന് സങ്കല്പിച്ചോളൂ. നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ആ സ്ത്രീ നിങ്ങളെ തലാക്കല്ലപ്പെട്ടു, നിങ്ങൾ മറ്റൊരാൾക്ക് വിവാഹിതയായിട്ടില്ലെങ്കിൽ 4 വർഷം വരെ ജനിക്കുന്ന കുട്ടി ആദ്യത്തെ ഭർത്താവിൻ്റെ കുട്ടിയാണ്. നിങ്ങളെ തലാക്ക് ചൊല്ലി, ജിമാ നടന്നതിന് ശേഷം നിങ്ങളെ തലാക്ക് ചൊല്ലിയാൽ, നിങ്ങൾ വേറെ ആർക്കും വിവാഹിതയായിട്ടുമില്ല, മറ്റൊരാളിൽ നിന്ന് ഗർഭം ധരിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടുമില്ലെങ്കിൽ 4 വർഷം വരെ ജനിക്കുന്ന കുട്ടി നിങ്ങളെ കുട്ടിയാണ്. അതായത് ഒരു ഗർഭത്തിൽ 4 വർഷം വരെ പോകാമെന്നാണ്. അങ്ങനെയാണ്. 4 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടി ആ ഭർത്താവിൻ്റെ കുട്ടിയല്ല. അതാണ് ഈ പറയുന്നത്. ഔലി 4 സിനീന ഫാക്കല്ല, 4 വർഷമോ അതിൻ്റെ താഴെയോ ആയി ജനിച്ചു. തസീഹുലി ഹംലിൻ, ഒരു ഗർഭത്തിന് വേണ്ടി വസിയ്യത്ത് സഹിയാകും. എങ്ങനത്തെ ഗർഭം? ഇൻഫസ്വല, ആ ഗർഭം പിരിഞ്ഞു അഥവാ പ്രസവിക്കപ്പെട്ടു. വബിഹി ഹയാത്തുൻ മുസ്തഖിർ, ആ കുഞ്ഞിൽ നല്ല ജീവനുമുണ്ട്. അതാ മുസ്തഖിർ എന്ന് പറഞ്ഞാൽ ഉറച്ച ജീവൻ, നല്ല ജീവനുണ്ട്, ഉറച്ച ജീവനുണ്ട്, ശക്തമായ ജീവനുണ്ട്. എപ്പോൾ പിരിഞ്ഞു? ഗർഭത്തിൽ നിന്ന് പിരിഞ്ഞു, ഉമ്മയുടെ വയറ്റിൽ നിന്ന് പിരിഞ്ഞു. ദൂനി സിത്തത്തി അശ്ഹുരിൻ, 6 മാസത്തിൻ്റെ താഴെയോ, മിനൽ വസിയ്യത്ത് മുതൽ. ഔലി 4 സീനിനെ ഫാക്കല്ല, അല്ലെങ്കിൽ 4 വർഷത്തിൻ്റെയോ അതിൽ കുറഞ്ഞ സമയത്തിൻ്റെയോ താഴെ. വസിയ്യത്ത് ചെയ്ത് മുതൽ 4 വർഷത്തിനുള്ളിലായിട്ട് നടത്തണം. വലം തെക്കുനിൽ മർഅത്തു ഫിറാശ് ലി സൗജിൻ, ഒരു സ്ത്രീ എന്തായിട്ടില്ല, ഭർത്താവിൻ്റെ ഭാര്യ ആയിട്ടില്ല. ഔ സയ്യിദിൻ, ഒരടിമ സ്ത്രീയാണെങ്കിൽ ഒരു യജമാനൻ്റെ. വാംകന കൗനുൽ ഹംലി മിൻഹു, ആ ഗർഭം അയാളുടേതാകാൻ സാധ്യതയും ഉണ്ട് എങ്കിൽ 4 വർഷത്തിനുള്ളിൽ ജനിച്ച കുഞ്ഞ്, വസിയ്യത്ത് ചെയ്തത് മുതൽ 4 വർഷത്തിനുള്ളിൽ ജനിച്ച കുഞ്ഞ് ഏതാണ്?
ആ ഭർത്താവിൻ്റെതാണ്. അപ്പോൾ ആ ഗർഭത്തിന് വസിയത്ത് ചെയ്താൽ സ്വഹിയാകും. പിന്നെ 6 മാസം എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കാവുന്ന ഏറ്റവും സാധ്യത അതിൽ 6 മാസമാണ്. ഇപ്പോൾ ഒരു പെണ്ണിനെ ഗർഭം ധരിച്ചു, കല്യാണം കഴിച്ച് ആ പെണ്ണുമായി ബന്ധപ്പെട്ടതിന് ശേഷം 6 മാസത്തിനുള്ളിൽ ജനിച്ചാൽ അത് അയാളുടെ കുട്ടിയല്ല. 6 മാസം കഴിഞ്ഞ് 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് ജനിക്കുന്ന കുട്ടി അയാളുടെ കുട്ടിയായിട്ടാണ് നമ്മൾ വിലയിരുത്തുക. അങ്ങനെ ഉണ്ടാവാം ഒരു കുട്ടി പ്രസവിക്കാൻ. ഇപ്പോൾ നേരെ പത്രത്തിലുണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം. 5 മാസമാകുമ്പം തന്നെ പുറത്തെടുത്തൊരു കുട്ടിയെ വളർത്തിയത്, അങ്ങനെ ആ കുട്ടി വലുതായൊരു സംഭവം ഉണ്ടായിരുന്നു. ഇൻക്യുബേറ്ററിലോ മറ്റോ ഇട്ട് വളർത്തിയാണ്. അപ്പോൾ 6 മാസമാണ്. കല്യാണം കഴിച്ച് ഭാര്യ 4 മാസമായിട്ട് പ്രസവിച്ചാൽ അയാളെ കുട്ടിയല്ല എന്നർത്ഥം. 6 മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ അയാൾക്ക് അത് എൻ്റെ കുട്ടിയല്ല എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ഇനി 4 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ജനിച്ചാൽ കുട്ടിയാകും. എപ്പോൾ? ആ പെണ്ണ് മറ്റൊരാൾക്ക് വിവാഹിതയായിട്ടില്ലെങ്കിൽ. അപ്പോൾ 6 മാസം കഴിഞ്ഞാലും 4 വർഷം വരെ എന്നർത്ഥം. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ പറയാം. വസിയ്യത്ത് മുതൽ 6 മാസം കഴിഞ്ഞ് 4 വർഷം വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ വസിയ്യത്തിൻ്റെ ഭാഗമാണ്. ഇനി യന്നല്ലാഹിറ വുജൂദുഹു ഇൻദഹ, ഞാൻ കുട്ടിഞ്ഞ് വ്യഭിചാരത്തിലുള്ള കുട്ടിയാണെങ്കിൽ പോലും ആവാം. ലി നുദറത്തി വത്ത് ഇഷുബുഹത്തി, ഷുബുഹയുടെ വത്ത് വളരെ അപൂർവമായതിനു വേണ്ടി. അപ്പം വേറെ ഏതെങ്കിലുമൊക്കെ ആൾ അറിയാതെ വത്ത് ചെയ്ത് സംയോഗം ചെയ്ത് ഉണ്ടായ കുട്ടിയാവാനുള്ള സാധ്യത അപൂർവമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വ്യഭിചാരം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് നമ്മൾ സങ്കല്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ തഖ്ദീരിസിനെ വ്യഭിചാരം സങ്കല്പിക്കുന്നതിൽ ഇസാത്തു ധന്യ ബിഹ, ഒരു സ്ത്രീയെക്കുറിച്ച് മോശം ചിന്തയാണ്. ഇപ്പോൾ ഒരു ഭർത്താവ് ഗൾഫിലേക്ക് പോയി 3 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടി ജനിച്ചാൽ ആ പെണ്ണ് വേറെ ആളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, എന്നാൽ ആ പെണ്ണിന് വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണെന്ന് പറയണ്ടെന്ന്, അത് ആ ഭർത്താവിൻ്റെ കുട്ടി തന്നെയാണ്. അപ്പോൾ ഈ തഖ്ദീരിസിനെ വ്യഭിചാരമുണ്ടായി എന്ന് സങ്കല്പിക്കുന്നതിൽ ഇസാത്തു ധന്യ ബിഹ, പെണ്ണിനെ മോശമായി ചിന്തിക്കലുണ്ട്. പക്ഷേ ലോലം തക്കുൻ ഫിറാഷൻ കത്തും, ആ സ്ത്രീ ഒരാളുടെയും ഭാര്യ ആയിട്ടില്ലെങ്കിൽ, ഫിറാഷ് എന്ന് പറഞ്ഞാൽ വിരിപ്പ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഭാര്യ ആയിട്ടില്ല. ലം തസ്ഹിഹൽ വസിയ്യത്തു ഖത്അൻ, 6 മാസം കഴിഞ്ഞിട്ട് ജനിച്ച കുട്ടി ഒരിക്കലും അയാളുടേതല്ല. അപ്പോൾ വസിയ്യത്തു സ്വഹിയല്ല, ഒരാളുടെയും ഭാര്യ ആകാത്ത പെണ്ണാണ്. 6 മാസത്തിൻ്റെ താഴെയായിട്ട് ജനിക്കണം. അപ്പം ഇങ്ങനെ പറയാം, ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ഭർതൃമതിയായ പെണ്ണാണെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ ആ കുട്ടി ജനിച്ചാൽ ആ വസിയ്യത്ത് സ്വഹിയാകും. അല്ല ഒരാളുടെയും ഭാര്യ ആയിട്ടില്ല എങ്കിൽ 6 മാസം കഴിഞ്ഞ് 4 വർഷത്തിനുള്ളിൽ ജനിക്കുന്ന കുട്ടിക്ക് വസിയ്യത്ത് സ്വഹിയാകൂല. ഇനി ലാലി ഹംലിൻ സയഹ്ദുസു, പിന്നീടുണ്ടാകുന്ന ഗർഭത്തിന് വസിയ്യത്ത് ചെയ്താൽ സ്വഹിയാകൂല. വസിയ്യത്ത് ചെയ്യുന്ന സമയത്തുള്ള ഗർഭത്തിനെ പറ്റൂ. സയഹ്ദുസു, പിന്നീട് ഉണ്ടാകുന്ന ഗർഭത്തിന് ശരിയല്ല. വൈൻ ഹദസ ഖബല മൗത്തിൽ മൂസി, വസിയ്യത്ത് ചെയ്തയാൾ മരിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിച്ചാൽ പോലും ഗർഭം വസിയ്യത്ത് ചെയ്യുന്ന നേരത്തുണ്ടാവണം. ഞാൻ നഹ തംലീഖുൻ, കാരണം വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉടമയാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ തംലീഖുൽ മാദൂമി മുംതനുൻ, ഇല്ലാത്ത ഒരാൾക്ക് ഉടമയാക്കി കൊടുക്കൽ അസംഭവ്യമാണ്. ഉള്ളാക്കല്ലേ ഉടമയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ വസിയ്യത്ത് വഖഫിൻ്റെ മാതിരിയായി. ജനിക്കാൻ പോകുന്ന ആൾക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ലല്ലോ, പറ്റില്ല. അതാണ് ഫാഷ്ബഹത്ത്. അപ്പോൾ ഇത് സമാനമായത്
അൽ വഖഫ, വഖഫിനോടാണ് സമാനത. അലാമൻ സയൂലദുലഹു, പിന്നീട് ജനിക്കുന്ന കുട്ടിക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നതിനോടാണ് അഷ്ബഹത്ത്, ഇതിന് സമാനതയുള്ളത്. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, ഉള്ള വസിയത്ത് ചെയ്യുന്ന ദുനിയാവിലുള്ള ഒരാളെ പിന്തുടർന്നുകൊണ്ട് അനുബന്ധമായി കൊണ്ടാണ് ഇല്ലാത്ത ഒരാൾക്ക് വസിയത്ത് ചെയ്യുന്നതെങ്കിൽ സ്വഹിയാകും, വഖഫ് പോലെ തന്നെ. സെയ്ദിൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞു, പിന്നീട് ഉണ്ടാകുന്ന മക്കൾക്കെന്ന് പറഞ്ഞു, അപ്പോൾ പറ്റും. കാരണം സെയ്ദിൻ്റെ മക്കൾ ഇപ്പോൾ ഉണ്ട്. ഞാൻ പക്ഷേ ഇൻ ജോയിലൽ മാദൂമോ, ഈ ഇല്ലാത്തവരെ ആക്കി തബഅലിൽ മൗജൂദി, ഉള്ളവരോട് പിന്തുടരുന്നതാക്കിയാൽ, ഉള്ളവർക്ക് അനുബന്ധമാക്കിയാൽ, ഖാൻ ഔസാരി ഔലാദ്, സെയ്ദിൻ്റെ മക്കൾക്ക് വസിയത്ത് ചെയ്തു അൽ മൗജൂദിനെ ഇപ്പോഴുള്ള, വമൻ സയഹ്ദുസുലഹു, പിന്നീട് അവർ ഉണ്ടാകുന്നവർക്കും മിനൽ ഔലാദി, മക്കളിൽ നിന്ന് സഹത്തുലഹും തബാൻ, അപ്പോൾ ശരിയാകും, തബാൻ അനുബന്ധമായ രീതിയിൽ സ്വഹിയാകും. പിന്നെ നിർണിത വ്യക്തിക്ക് വസിയത്ത് ചെയ്യുമ്പോൾ ഒരാളി ഗൈരി മുഅയ്യൻ, നിശ്ചിത വ്യക്തി അല്ലാത്തവർക്കും പറ്റില്ല. ഫലാ തസിഹുലി അഹദി ഹാദൈനി, രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് എന്ന് പറഞ്ഞാൽ സ്വഹിയാകൂല. വസിയത്തിൻ്റെ പദം കൊണ്ടാണെങ്കിൽ, വസിയത്തിൻ്റെ പദം കൊണ്ടാണെങ്കിൽ രണ്ടാലൊരാൾക്ക് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഹാദാ ഇതാക്കാൻ ബിലഫ്ദിൽ വസിയത്തി, വസിയത്തിൻ്റെ പദം കൊണ്ടാണെങ്കിൽ. വസിയത്തിൻ്റെ പദം കൊണ്ട് അല്ലാതെ പറ്റും. ഫൈൻ കാന ബിലഫ്ദി അഅ്തു ഹാദാ ലി അഹദിഹിമ, ഇത് കൊടുത്തോളൂ രണ്ടിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞു. അഅ്തു എന്ന് പറഞ്ഞത് ദാനാണ്, സംഭാവനയാണ്, വസിയത്തല്ല. അങ്ങനെ ആകുമ്പോൾ സഹിയാകും. യന്നഹു വസിയത്തും ബി തംലീക്ക് മിനൽ മൂസ ഇലൈഹി, ഇത് നീ കൊടുക്കുക രണ്ടിൽ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ സ്വഹിയാകും. യന്നഹു വസിയത്തും ബി തംലീക്ക് മിനൽ മൂസ ഇലൈഹി, മൂസ ഇലൈഹിയിൽ നിന്നുള്ള തംലീക്ക് കൊണ്ടുള്ള വസിയത്താണ്. രണ്ടൊരാൾക്ക് വിറ്റോ എന്ന് പറഞ്ഞാൽ പറ്റുമല്ലോ, പിന്നീട് അയാൾ വിശദീകരിക്കണം. അതായത് വസിയത്താകുമ്പോൾ അത് ഉടമയാക്കി കൊടുക്കുന്നത് മൂസിയാണ്. ഇത് നിങ്ങൾ രണ്ടിൽ ഒരാൾക്ക് കൊടുക്കുവീൻ എന്ന് പറയുമ്പോൾ, മരണശേഷം ഇത് രണ്ടിൽ നിന്നൊരാൾക്ക് കൊടുക്കുവീൻ എന്ന് പറയുമ്പോൾ മൂസ ഇലൈഹിയോടാണ് കൽപ്പിക്കുന്നത് ഉടമയാക്കി കൊടുക്കാൻ. അപ്പോൾ ഇത് വക്കീലിനോട് പറയണം, ഇത് രണ്ടിൽ ഒരാൾക്ക് വിറ്റേക്കൂ എന്ന് പറഞ്ഞാൽ വക്കീൽ നിർണ്ണയിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ മരണശേഷം ഇത് രണ്ടിൽ ഒരാൾക്ക് കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ ഏൽപ്പിച്ച ആളുണ്ടല്ലോ, വസിയത്ത് ചെയ്തിട്ട് മൂസ ഇലൈഹി, അയാൾ നിർണ്ണയിക്കാനാണല്ലോ പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല. വസിയത്തിൻ്റെ പദം കൊണ്ടാകുമ്പോൾ പ്രശ്നമാണ്. വസിയത്താകുമ്പോൾ അത് പറയുന്ന ആൾ തന്നെയാണ് ഉടമയാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഉടമയാക്കി കൊടുക്കുമ്പോൾ ഒരു അവ്യക്തനായ ഒരാൾക്ക് ഉടമയാക്കി കൊടുക്കാൻ കഴിയില്ല. ഓക്കെ. വതുസിഹുലി വാരിസിൻ ലിൽ മൂസി, മൂസിയുടെ അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്താൽ സ്വഹിയാകും. മാ ഇജാസത്ത് ബഖിയത്തി വറസത്തിഹി, ബാക്കിയുള്ള അനന്തരാവകാശികളുടെ അനുവാദപ്രകാരം. ബാദമൗത്തിൽ മൂസി, മൂസി മരിച്ചതിന് ശേഷം. വൈങ്കാനത്തിൽ വസിയത്ത് ബാദി സുലുസി, അതിന് 1/3 ഒരു ഭാഗം കൊണ്ടാണ് വസിയത്ത് ചെയ്യുന്നതെങ്കിലും, അനന്തരാവകാശികൾക്ക് വസിയത്ത് ചെയ്യുമ്പോൾ ഒരു 10 രൂപയാണ് വസിയത്ത് ചെയ്യുന്നതെങ്കിലും മറ്റുള്ളവരെ അനുവദിക്കണം. വലാസറൽ ഇജാസത്തിൻ ഫി ഹയാത്തിൽ മൂസി, അത് മൂസിയുടെ ജീവിതകാലത്ത് അനുവദിക്കുന്നതിന് പ്രത്യേക ഫലമല്ല, മരിച്ചതിന് ശേഷം അനുവദിക്കണം. മൂസിൻ്റെ മരണശേഷം അനുവദിക്കണം. വലാസറൽ ഇജാസയും, അവരുടെ അനുവാദത്തിന് പ്രസക്തിയില്ല. ഫി ഹയാത്തിൽ മൂസി, മൂസിയുടെ ജീവിതകാലത്തിൽ. ഇതിലെ ഹക്കലഹുമീനി, അന്നേരം അവർക്ക് ആ സ്വത്തിന് അവകാശമില്ലല്ലോ, മരിക്കുമ്പോഴല്ലേ ഉള്ളൂ. അനുവാദമല്ലാതെ അത് വാങ്ങാനുള്ള തന്ത്രം എന്താണ്? അതിന് മാർഗമുണ്ട്. ഇപ്പോൾ ജീവിതകാലത്തിൻ്റെ മക്കൾക്ക് ഞാൻ വസിയത്ത് ചെയ്താൽ സഹിയാവില്ല എന്നാണ് പറയണത്. സഹിയാകണമെങ്കിൽ, അപ്പോൾ ഇനി എനിക്കൊരു 1 കോടി രൂപ ഉണ്ടായാലും 10 രൂപ പോലും എൻ്റെ മക്കൾക്ക് വേണ്ടി വസിയത്ത് ചെയ്താൽ സഹിയാവില്ല എന്നാണ് പറയുന്നത്. സഹിയാകണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ള അനന്തരാവകാശികൾ സമ്മതിക്കണം. കാരണം അനന്തരമായിട്ട് കിട്ടേണ്ട ആളാണല്ലോ അവർ. അപ്പോൾ ഇനി അത് കൊടുക്കാനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകന് വേണ്ടി ഞാൻ വസിയത്ത് ചെയ്യാണ്, അതിനെന്ത് ചെയ്യുക? എൻ്റെ മക്കളൊന്നും അല്ലാത്ത ഒരാൾക്ക് ഞാൻ 1000 രൂപ കൊടുക്കുക വേണ്ടി വസിയത്ത് ചെയ്യുക മരണശേഷം. അപ്പം എന്ത് ചെയ്യുക? ഞാൻ അയാളോട് പറയാം, എൻ്റെ മകന് 1000-ൽ നിന്ന്
ഒരു 750 നീ കൊടുക്കുകയാണെങ്കിൽ, അവൻ സംഭാവന കൊടുക്കുകയാണെങ്കിൽ എന്നൊരു നിബന്ധന പ്രകാരം പുറത്തുള്ളൊരാൾക്ക് വസിയത്ത് ചെയ്യാം. എൻ്റെ മകന് കൊടുക്കണം, എനിക്ക് മരണശേഷം വസിയത്തായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സെയ്ദിന് എന്ത് ചെയ്യാം, ഒരു 3 ലക്ഷം റുപ്യ വസിയത്ത് ചെയ്യാം. അപ്പം സെയ്ദിന് വസിയത്ത് ചെയ്യുമ്പോൾ ഒരു നിബന്ധന വെക്കുക, ഞാൻ സെയ്ദിന് എൻ്റെ മരണശേഷം 3 ലക്ഷം രൂപ വസിയത്ത് ചെയ്തിരിക്കുന്നു, എൻ്റെ മകന് അതിൽ നിന്ന് 2.5 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ആ 3 ലക്ഷം കിട്ടണമെങ്കിൽ എന്ത് വേണം, അതിന് 2.5 ലക്ഷം മകന് കൊടുക്കണം. അപ്പോൾ അയാളാണല്ലോ കൊടുക്കുന്നത്. അതാണ് അതിനുള്ള മാർഗം. വല ഹീലത്തു ഫി അഖ്ദിഹി, അനന്തരാവകാശിക്ക് സ്വത്ത് വാങ്ങാനുള്ള തന്ത്രം മിൻ ഗൈരി തവഖുഫിൻ അലാ ഇജാസത്തിൻ, മറ്റ് മക്കളുടെ അനുവാദം ആവശ്യമില്ലാതെ ആ യൂസി അലി ഫുലാനിൻ, ഏതൊരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യുക ബി അലിഫിന് 1000 രൂപ. 1000 റുപ്യ എന്താവണം, സുലുസുഹു ഫാക്കല്ല, മൊത്തം സ്വത്തിൻ്റെ 1/3 അതിൽ കുറഞ്ഞു ആയിരിക്കണം. അങ്ങനെ നിബന്ധന ഉണ്ടല്ലോ. പുറത്താക്ക് വസിയത്ത് ചെയ്യുമ്പോൾ 1/3 വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ, 1/3 അതിൽ കുറവോ. എങ്ങനെ ഇൻ തബറാലി വലദിഹി ബി 500, മക്കൾക്ക് വേണ്ടി ഒരു 500 അയാൾ സംഭാവന കൊടുക്കുകയാണെങ്കിൽ 500 എന്ത് ചെയ്യണം, 1500 സംഭാവന കൊടുക്കണം. ഔബി അൽഫൈനി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 2000 ഒരു വ്യക്തിക്ക് വസിയത്ത് ചെയ്യുക. അപ്പം എന്ത് ചെയ്യണം, കമാഹു ലാഹിറും, വളരെ വ്യക്തമാണല്ലോ കാര്യങ്ങൾ. എന്നിട്ട് അതിൻ്റെ പകുതി കൊടുക്കുക. ഫൈദ കബില, അങ്ങനെ അയാൾ സ്വീകരിക്കുകയും വാദ്ദാലി ലിബിനി, മകന് നൽകുകയും ചെയ്തു, മാ ശുരിത്താലി, ഈ നിബന്ധന വെച്ച സ്വത്ത് നൽകുകയും ചെയ്താൽ അഹദൽ വസിയത്ത്, അയാൾ വസിയത്ത് സ്വീകരിക്കും മകന്. വല മിഷാരിക്ക് ബഖിയത്തുൽ വറസത്തി, ബാക്കിയുള്ള അനന്തരാവകാശികൾ പങ്കാളികളാകൂല അല്ലിബിന, മകനോട് ഫീമാ ഹസ്വാല ലഹു, അവന് ലഭിച്ച ആ വിഹിതത്തിൽ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ. ചെറിയൊരു പ്രയാസമുണ്ട് തോന്നുന്നുണ്ട് പാഠം, സാരല്ല, അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആഫിയ ഇൽമ നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.